KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. മർക്കസ് ഡ്രീം വാലി സമർപ്പണം നാളെ താത്തൂരിൽ. 10 കുടുംബങ്ങൾ പൊതുജീവിതത്തിലേക്ക്. മന്ത്രിമാരടക്കം പ്രമുഖർ സംബന്ധിക്കും. നാളേക്കൊരു തണൽ. SSF പരിസ്ഥിതി വാരാചരണം സംസ്ഥാനതല ഉദ്ഘാടനം നടത്തി. കക്കോവ് ജുമാ മസ്ജിദ് അടച്ചുപൂട്ടിയത് പ്രതിഷേധാർഹമാണെന്ന് കേരള മുസ്ലിം ജമാഅത്ത്. പള്ളി അടപ്പിച്ചവരെ ഒറ്റപ്പെടുത്തണമെന്ന് SYS. വിശുദ്ധ റമളാനെ വരവേൽക്കാൻ വിശ്വാസി സമൂഹം ഒരുങ്ങി. ഇനി ദിവസങ്ങൾ മാത്രം. പുത്തൻവേലിക്കര ഭൂമി ഇടപാട്. കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മുൻ മന്ത്രിമാർക്കെതിരെ കേസെടുക്കണമെന്ന് കോടതി. പിണറായി വിജയനെ പ്രകീർത്തിച്ച് കേരള കോൺഗ്രസ് എമ്മിന്റെ മുഖപത്രം. ദുബായ് അന്താരാഷ്ട്ര ഹോളി ഖുർആൻ പ്രഭാഷണത്തിന് അന്തിമരൂപമായി. ഡോക്ടർ ഹക്കീം അസ്ഹരിയും ഷാഫി സൈദിയും അതിഥികളായെത്തും. വിശ്വാസിയുടെ വിളവെടുപ്പ് കാലം. സംഘടനാ കുടുംബം ഒന്നിച്ചാചരിക്കുന്ന റമളാൻ ക്യാമ്പയിനിന് തുടക്കമായി. വാർത്തകൾ വിശദമായി. പുത്തൻവേലിക്കരയിലെ ഭൂമി ഇടപാട്. കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മുൻ മന്ത്രിമാർക്കെതിരെ കേസെടുക്കണമെന്ന വിജിലൻസ് കോടതി. വിശദാംശങ്ങൾ കരീം ഏലംകുളം നൽകുന്നു. സന്തോഷ് മാധവന് ഭൂമി ദാനം ചെയ്തതായ ആരോപണത്തിൽ മുൻ IT മന്ത്രിയായിരുന്ന കുഞ്ഞാലിക്കുട്ടിക്കും റവന്യൂ മന്ത്രിയായിരുന്ന അടൂർ പ്രകാശനുമെതിരെ കേസെടുക്കാൻ വിജിലൻസ് കോടതി നിർദ്ദേശിച്ചു. കേസിൽ വിജിലൻസ് റിപ്പോർട്ട് തള്ളിക്കൊണ്ടാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. സന്തോഷ് മാധവൻ ഇടനിലക്കാരനായ പുത്തൻവേലിക്കര മിച്ചഭൂമി ഇടപാടാണ് കേസിനാധാരം. പുത്തൻവേലിക്കരയിൽ മിച്ചഭൂമി നികത്തി IT പാർക്ക് സ്ഥാപിക്കുന്നതിന് അനുവാദം നൽകുകയും വിവാദമായപ്പോൾ പിൻവലിക്കുകയും ചെയ്ത സർക്കാർ നടപടിക്കെതിരായി കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബു നൽകിയ ഹർജിയിലാണ് വിധി. വിജിലൻസിന് PK കുഞ്ഞാലിക്കുട്ടി നൽകിയ മൊഴിയും ആദ്യ റിപ്പോർട്ടിൽ റവന്യൂ ഉദ്യോഗസ്ഥർ നൽകിയ മൊഴിയിലും വൈരുദ്ധ്യമുണ്ടെന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി വിശ്വാസ് മേത്ത, സന്തോഷ് മാധവൻ, ജയ്ശങ്കർ എന്നിവർക്കെതിരെയും കേസെടുക്കാൻ നിർദ്ദേശമുണ്ട്. കേസിൽ അഴിമതി നടത്താൻ ശ്രമം നടന്നതായി കണ്ടെത്തിയാണ് വിജിലൻസ് കോടതി ജഡ്ജി മാധവൻ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത്. ന്യൂസ് ഡെസ്ക് KMIC ന്യൂസ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രകീർത്തിച്ച് കേരള കോൺഗ്രസിന്റെ മുഖപത്രമായ പ്രതിച്ഛായ. പിണറായി വിജയൻ അനുഭവസമ്പന്നനും പക്വമതിയുമായ നേതാവാണെന്ന് പ്രതിച്ഛായയുടെ മുഖപ്രസംഗത്തിൽ പറയുന്നു. പുതിയ മുഖ്യമന്ത്രിയുടെ ആദ്യ ചുവടുവയ്പ്പുകളെല്ലാം അഭിനന്ദനാർഹമാണ്. പിണറായിയുടെ വിശാല മനസ്കതയോടെയുള്ള സമീപനം എല്ലാ മുറിവുകളും ഉണക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മുഖമൊഴിയിൽ വ്യക്തമാക്കുന്നു. അതേസമയം സോളാർ, ബാർക്കോഴ, മെത്രാൻ കായൽ വിഷയങ്ങൾ ജനങ്ങളെ UDF നിന്ന് അകറ്റിയെന്നും മാസികയിലെ ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. വികസനങ്ങൾ ഗ്രൂപ്പ് വഴക്കിൽ മുങ്ങിപ്പോയെന്നും പ്രതിച്ഛായ പറഞ്ഞുവെക്കുന്നുണ്ട്. വിശ്വാസികൾക്ക് ആത്മസംസ്കരണത്തിനും പരിശോധനയ്ക്കും അവസരം നൽകുന്ന വിശുദ്ധ റമളാന് ഇനി ദിവസങ്ങൾ മാത്രം. പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാനെ വരവേൽക്കാൻ വിശ്വാസി സമൂഹം ഒരുങ്ങി. പള്ളികളും ഭവനങ്ങളുമെല്ലാം കഴുകി വൃത്തിയാക്കി പുത്തൻ പെയിന്റുകൾ അടിച്ചു. നാടെങ്ങും വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ റിലീഫ് പ്രവർത്തനങ്ങൾക്കും ഇഫ്താറുകൾക്കുമുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ജില്ലയിലെ പള്ളികളിലെല്ലാം റമളാന്റെ ഭാഗമായി നടക്കുന്ന പ്രഭാഷണങ്ങൾ, ഇഫ്താറുകൾ, റിലീഫ് പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. യാത്രക്കാരും കച്ചവടക്കാരുമടക്കം നഗരത്തിൽ കൂടുതൽ പേർ പ്രാർത്ഥനയ്ക്ക് എത്തുന്ന മർക്കസ് കോംപ്ലക്സ് മസ്ജിദിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. റമളാനിലെ ഓരോ ദിവസവും ആയിരങ്ങളാണ് പ്രാർത്ഥനയ്ക്കും മറ്റുമായി ഇവിടെ എത്തുന്നത്. പള്ളി നിറഞ്ഞു കവിയുന്നതും കനത്ത മഴയും പരിഗണിച്ച് പള്ളിക്ക് പുറത്ത് വിപുലമായ പന്തൽ സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. റമളാനിലെ 30 ദിവസവും ഇഫ്താറുകൾ, പണ്ഡിതന്മാരുടെ റമളാൻ പ്രഭാഷണങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ആത്മീയ സദസ്സുകൾ, രാത്രി 11 ശേഷം പ്രത്യേക തറാവീഹ് നിസ്കാരം എന്നിവ നടക്കും. ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പേർ നോമ്പു തുറക്കാനെത്തുന്ന ഇഫ്താർ സംഗമമാണ് മർക്കസ് കോംപ്ലക്സ് മസ്ജിദിൽ 30 ദിവസവും നടക്കുക. ഓരോ ദിവസവും 2000-ഓളം പേർക്കുള്ള നോമ്പുതുറ സൌകര്യം ഇവിടെയുണ്ടാകും. കഴിഞ്ഞ 12 വർഷമായി ഇത് നടന്നുവരുന്നുണ്ട്. നഗരത്തിലെ വ്യാപാരികളും തൊഴിലാളികളും അന്യസംസ്ഥാന തൊഴിലാളികളും വിദ്യാർത്ഥികളും ദീർഘദൂര യാത്രക്കാരുമാണ് നോമ്പു തുറക്കാനായി മർക്കസ് മസ്ജിദിൽ എത്തുന്നത്. ഇവരെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഓരോ വർഷവും നടത്താറുള്ളത്. ഇത്തവണയും വിപുലമായ ഒരുക്കങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനായി സ്വാഗത സംഘം കമ്മിറ്റി രൂപവൽക്കരിച്ച് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഗൾഫ് വാർത്തകൾ.
വിശുദ്ധ റംസാൻ മാസത്തോടനുബന്ധിച്ച് UAE രാഷ്ട്രപിതാവ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ 1010 തടവുകാരെ മോചിപ്പിച്ചു. വിവിധ രാജ്യക്കാരായ 730 തടവുകാരെ മോചിപ്പിക്കാൻ UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഉത്തരവിട്ടിട്ടുണ്ട്. അതേസമയം സുപ്രീം കൌൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി 262 തടവുകാരെയും മോചിപ്പിച്ചു. വിശുദ്ധ റംസാനിലെ ആദ്യ ദിവസം ദുബായിൽ ഖുർആൻ റേഡിയോ സ്റ്റേഷൻ ആരംഭിക്കുന്നു. ദുബായ് റേഡിയോ ഫോർ ഖുർആൻ എന്ന പേരിലാണ് സ്റ്റേഷൻ ആരംഭിക്കുന്നത്. പുതിയ അബുദാബി ദുബായ് ദേശീയപാതയുടെ നിർമ്മാണം 83% പൂർത്തിയായതായി അബുദാബി ജനറൽ സർവീസ് കമ്പനി മുസാനദ അറിയിച്ചു. പുകവലി ശീലം അവസാനിപ്പിക്കുന്നതിനായി മൊബൈൽ ക്ലിനിക്കുമായി ആരോഗ്യ മന്ത്രാലയം ലോക പുകയില വിരുദ്ധ ദിനത്തിലാണ് ഇതിന് തുടക്കം കുറിച്ചത്. 50 കോടി ദിർഹം ചെലവഴിച്ച് അബുദാബിയിൽ നിർമ്മിക്കുന്ന മെഡിക്കൽ മാളിന്റെ നിർമ്മാണം ആരംഭിച്ചു. അബുദാബി അൽഫലാഹ് ഹോൾഡിംഗ് കമ്പനി ഖലീഫ സിറ്റിയിലാണ് മാൾ നിർമ്മിക്കുന്നത്. അമേരിക്കൻ സൈനിക വാഹനത്തിന്റെ സിവിലിയൻ പതിപ്പായ ഹൂം വി സീരീസ് വാഹനം UAEയിലെത്തി. ലിബർട്ടി ഗ്രൂപ്പ് കമ്പനിയുടെ കീഴിലുള്ള ലിബർട്ടി മോട്ടോഴ്സാണ് എയർ കാർഗോ വഴി വാഹനം ഷാർജ വിമാനത്താവളത്തിലെത്തിച്ചത്. KMIC ന്യൂസിനു വേണ്ടി അബുദാബിയിൽ നിന്നും ഇബ്രാഹിം അലേപ്പറ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. مركز مأوى القادم مركز رمز المكارم مركز مأوى القادم مركز رمز المكارم മർക്കസ് 38 വർഷങ്ങൾ കൊണ്ട് പൂർത്തിയാക്കിയത് വിദ്യാഭ്യാസത്തിന്റെയും ജീവകാരുണ്യത്തിന്റെയും സമാനതകളില്ലാത്ത മുന്നേറ്റങ്ങളാണ്. കേരളത്തിനകത്തും പുറത്തും മികച്ച രീതിയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു മഹാപ്രസ്ഥാനമാണിന്ന് മർക്കസ്. അനാഥകളെയും അഗതികളെയും സംരക്ഷിച്ച, വീടില്ലാത്തവന് അഭയം നൽകിയ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകളാണ് മർക്കസിലൂടെ കാന്തപുരം ഉസ്താദ് പൂവണിയിക്കുന്നത്. ജീവകാരുണ്യ രംഗത്തെ മർക്കസിന്റെ പുതിയൊരു സംരംഭമാണ് ജൂൺ 5-ന് താത്തൂരിൽ ആരംഭിക്കുന്നത്. മർക്കസ് ഡ്രീം വാലി. ഭൂമിയോ കിടപ്പാടമോ ഇല്ലാത്ത 10 കുടുംബങ്ങൾക്ക് 10 വീടുകൾ നിർമ്മിച്ചു നൽകി മാതൃകയാകുന്നു മർക്കസ് സഖാഫത്തി സുന്നി. പുല്ലൂരാമ്പാറ ഉരുൾപൊട്ടലിൽ വീടും സ്ഥലവും നശിച്ച തിരുവമ്പാടി സ്വദേശി ഹമീദിന്റേതാണ് ഒരു കുടുംബം. വയനാട് പുത്തൂർ മലക്കാരിയായ റഷീദയും 3 മക്കളുമാണ് മർക്കസ് ഡ്രീം വാലിയിലെത്തുന്ന മറ്റൊരു കുടുംബം. ഭർത്താവ് മരിച്ച റഷീദയ്ക്ക് 3 കുട്ടികളാണുള്ളത്. തേയിലത്തോട്ടത്തിൽ പണിയെടുത്ത് കുടുംബം പോറ്റുന്ന ഇവർ വീടോ സ്ഥലമോ ഇല്ലാതെ പാടി എസ്റ്റേറ്റിൽ ദുരിതക്കയത്തിൽ ജീവിച്ചു വരികയാണ്. പുതിയ വീട്ടിലേക്കുള്ള മാറ്റം ഏറെ സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ് റഷീദയും. ഇത്തരത്തിൽ അഭയമില്ലാത്ത 10 കുടുംബങ്ങളാണ് മർക്കസിന്റെ തണലിൽ പുതുജീവിതത്തിനെത്തുന്നത്. റമളാനിനൊപ്പം വിരുന്നെത്തുന്ന പുതിയ വീട് ഈ കുടുംബങ്ങളെ ഏറെ ആഹ്ലാദഭരിതമാക്കുന്നു. താത്തൂർ മഹല്ല് ജമാഅത്തിന്റെ സഹകരണത്തോടു കൂടിയാണ് മർക്കസ് ഡ്രീം വാലി സംവിധാനിച്ചിരിക്കുന്നത്. ജൂലൈ 5-ന് പ്രമുഖ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളുടെ സാന്നിധ്യത്തിൽ കാന്തപുരം ഉസ്താദിന്റെ കാർമ്മികത്വത്തിൽ നടക്കുന്ന പ്രൗഢമായ ചടങ്ങിലേക്ക് ഓരോ മനുഷ്യസ്നേഹിയെയും ഞങ്ങൾ സ്വാഗതം ചെയ്യും. مركز مأوى القادم مركز رمز المكارم مركز مأوى القادم مركز رمز المكارم. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. 10 കുടുംബങ്ങളുടെ സ്വപ്നം പൂവണിയുകയാണ് മർക്കസിന്റെ സ്വപ്ന ഭവനങ്ങളിലൂടെ. വീടും സ്ഥലവും ഇല്ലാത്ത 10 നിർധന കുടുംബങ്ങൾക്ക് മർക്കസ് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ സമർപ്പണം നടക്കുകയാണ് നാളെ. കോഴിക്കോട് താത്തൂരിലാണ് ഈ വീടുകൾ പണിതിട്ടുള്ളത്. രാജ്യത്തൊട്ടാകെ ശ്രദ്ധേയമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന മർക്കസിന്റെ പുതിയ പദ്ധതിയാണ് ഡ്രീം വാലി. 10 വീടുകൾ ഒരു സ്ഥലത്ത് നിർമ്മിച്ച് ഒരു ദിവസം കൈമാറുമ്പോൾ അഭയം കിട്ടുന്നത് 10 കുടുംബങ്ങൾക്കാണ്. സമൂഹത്തിൽ ഏറ്റവും കഷ്ടപ്പെടുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 10 കുടുംബങ്ങളെയാണ് മർക്കസ് ഈ വീടുകളിൽ എത്തിക്കുന്നത്. നാളെ വൈകിട്ട് 3-ന് താത്തൂരിൽ നടക്കുന്ന ഭവന സമർപ്പണ ചടങ്ങിൽ മന്ത്രിമാരടക്കം വിവിധ രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ സംബന്ധിക്കും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ കാർമ്മികത്വത്തിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. റമളാൻ ആരംഭത്തോടൊപ്പം നടക്കുന്ന ഈ കാരുണ്യ പദ്ധതിക്ക് സാക്ഷികളാവാൻ ആയിരങ്ങളെത്തും.
പുരാതനമായ കക്കോവ് മഹല്ല് പള്ളിയും അനുബന്ധ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടി സീൽ ചെയ്ത നടപടി പ്രതിഷേധാർഹമാണെന്ന് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന കമ്മിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു. അള്ളാഹുവിന് ആരാധന നടത്താൻ പൂർവികരായ മഹല്ല് നിവാസികളുടെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമാണ് പള്ളിയും മദ്രസയും. നിഷ്കളങ്കരായ മുൻഗാമികൾ സ്ഥാപിച്ച വഖഫുകൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ സംഘടനാ സങ്കുചിതത്വത്തിന്റെ പേരിൽ പള്ളിയിൽ അക്രമം അഴിച്ചുവിട്ട് ആരാധന മുടക്കിയവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് കടുത്ത ശിക്ഷ നൽകണമെന്നും മുസ്ലിം ജമാഅത്ത് അഭിപ്രായപ്പെട്ടു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, സിദ്ദീഖ് ഹാജി ചമ്മാട്, പ്രൊഫസർ KM റഹീം, അഡ്വക്കേറ്റ് AK ഇസ്മായിൽ വഫ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. കക്കോവ് മഹല്ല് നിവാസികൾ പതിറ്റാണ്ടുകളായി ആരാധിച്ചുവന്ന പള്ളിയും അനുബന്ധ സ്ഥാപനങ്ങളും അധികാരികൾക്ക് അടച്ചുപൂട്ടാൻ കാരണക്കാരായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഒറ്റപ്പെടുത്തണമെന്നും SYS സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു. മുൻഗാമികൾ ജീവനതുല്യം സ്നേഹിച്ച് പടുത്തുയർത്തിയ മതചിഹ്നങ്ങളെ ദുർവാശിയും അഹങ്കാരവും ജീവിത തപസ്യാക്കിയ ചേളാരി വിഭാഗത്തിന്റെ വൃത്തികെട്ട നടപടികളാണ് പള്ളി അടച്ചുപൂട്ടുന്നതിലേക്ക് വഴിവെച്ചത്. കോടികൾ വില വരുന്ന വഖഫ് സ്വത്തുക്കൾ സ്വന്തം ഇംഗിതമനുസരിച്ച് ഏകപക്ഷീയമായി നടത്തിക്കൊണ്ടുപോകാൻ മഹല്ലിലെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിംകൾക്കെതിരെ അക്രമം അഴിച്ചുവിട്ട് ജുമുഅയും മറ്റ് ആരാധനകളും മുടക്കിയാണ് പള്ളി അടപ്പിച്ചത്. ഇത് നീചവും അപലപനീയവുമാണ്. ആരാധനാലയങ്ങളിൽ അക്രമം നടത്തി അടച്ചുപൂട്ടിക്കുന്ന ചേളാരി വിഭാഗത്തിന്റെ ഇത്തരം ചെയ്തികൾക്കെതിരെ അധികൃതർ ജാഗ്രത പാലിക്കണമെന്നും SYS ആവശ്യപ്പെട്ടു. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അധ്യക്ഷത വഹിച്ചു. മജീദ് കക്കാട്, സയ്യിദ് ത്വാഹ സഖാഫി, ഡോക്ടർ മുഹമ്മദ് കുഞ്ഞ് സഖാഫി കൊല്ലം, അബ്ദുൽ ഖാദർ മദനി പള്ളങ്കോട്, മുഹമ്മദ് പറവൂർ, സ്വാദിഖ് വെളിമുക്ക്, ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി, റഹ്മത്തുള്ള സഖാഫി, സിദ്ദീഖ് സഖാഫി ഒറ്റപ്പാലം തുടങ്ങിയവർ സംബന്ധിച്ചു. സംഘടനാ കുടുംബം ഒന്നിച്ച് ആചരിക്കുന്ന റമളാൻ ക്യാമ്പയിനിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കൊണ്ടോട്ടിയിൽ നടന്നു. വൈകിട്ട് 4-ന് മോയിൻകുട്ടി വൈദ്യർ സ്മാരകത്തിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് E സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. സയ്യിദ് അലി ബാഫഖ് തങ്ങൾ പ്രാർത്ഥന നടത്തി. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തനത്തിലൂടെയാണ് ജനങ്ങളെ സത്യത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്. നിങ്ങൾ നോക്കൂ, നമ്മുടെ കേരളത്തിൽ അൽഹംദുലില്ലാഹ് ഇന്ന് കാണുന്ന ഈ ആവേശം, സുന്നത്ത് ജമാഅത്തിന്റെ രംഗത്തുള്ള ആവേശം നമ്മളിപ്പോ പിടിക്കാത്തതുകൊണ്ടല്ലേ ഇവിടെ വരാത്തത്. ഒരു അനൗൺസ് നടത്തിയാൽ ഇവിടെ എത്ര ലക്ഷങ്ങൾ തളിച്ചുകൂടും, എത്ര ലക്ഷങ്ങൾ വരും. അവർ നിൽക്കാൻ പറയുമ്പോൾ നിൽക്കുന്നു, ഓടാൻ പറയുമ്പോൾ ഓടുന്നു, ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കുന്നു. ഈ മഹത്തായ ആവേശത്തിലേക്ക് നമ്മളെ എത്തിച്ചത് നമ്മുടെ സംഘടനാ പ്രവർത്തനം അല്ലേ, നമ്മുടെ പൊതുപ്രവർത്തനം അല്ലേ? തീർച്ചയായും ആണ്. നമ്മുടെ പൊതുപ്രവർത്തനം, സംഘടിതമായ പ്രവർത്തനം, നേതൃത്വത്തിന്റെ കീഴിൽ അണിനിരന്നുകൊണ്ട് സാധാരണക്കാർ പ്രവർത്തിക്കുക, ഈ മഹത്തായ ഒരു നയത്തിലൂടെയാണ് ഇവിടെ ദീൻ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, അബ്ദുൽ മജീദ് അരിയലൂർ പ്രഭാഷണം നടത്തി. സമസ്ത മുശാവറയുടെ സമുന്നത പണ്ഡിതരും സാദാത്തുക്കളും കേരള മുസ്ലിം ജമാഅത്തിന്റെയും SYS SSF ഘടകങ്ങളുടെയും സംസ്ഥാന സാരഥികളും സംബന്ധിച്ചു. വിവിധ സംഘടനാ ഘടകങ്ങളുടെ ആഭിമുഖ്യത്തിൽ വൈവിധ്യമാർന്ന കർമ്മ പദ്ധതികൾ ക്യാമ്പയിനിന്റെ ഭാഗമായി സംവിധാനിച്ചിട്ടുണ്ട്. സമുദായങ്ങൾക്കിടയിൽ വിശേഷിച്ചും പ്രവർത്തകരിലും കുടുംബങ്ങളിലും ആത്മീയോന്നതി ലക്ഷ്യമാക്കിയാണ് പദ്ധതി സജ്ജീകരിച്ചിരിക്കുന്നത്. ജൂൺ 1 മുതൽ 5 വരെയുള്ള ദിവസങ്ങളിൽ പ്രാദേശിക ഘടകങ്ങളിൽ മുന്നൊരുക്ക പ്രഭാഷണവും റമളാൻ 1 മുതൽ മുഴുവൻ യൂണിറ്റ് ഘടകങ്ങളിലും കുടുംബസഭയും നടക്കും. ഇഫ്താർ കിറ്റ് വിതരണം, രോഗി സന്ദർശനം, മഖ്ബറ സിയാറത്ത്, ഈത്തിക്കാഫ് ജൽസ, തസ്കിയത്ത്, ഇഫ്താർ സംഗമം, ക്യാമ്പസ് ഇഫ്താർ, ഖുർആൻ പ്രഭാഷണം, പ്രവർത്തക ഗൈഡ് തുടങ്ങിയവ SYS SSF കേരള മുസ്ലിം ജമാഅത്ത് എന്നിവയുടെ യൂണിറ്റ്, സർക്കിൾ, സെക്ടർ, സോൺ, ഡിവിഷൻ, ജില്ലാ ഘടകങ്ങളുടെ ആഭിമുഖ്യത്തിൽ നടക്കും. നാളേക്കൊരു തണൽ എന്ന ശീർഷകത്തിൽ SSF നടത്തുന്ന പരിസ്ഥിതി വാരാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാനതല ഉദ്ഘാടനം സംസ്ഥ പ്രസിഡന്റ് E സുലൈമാൻ മുസ്ലിയാർ നിർവഹിച്ചു. മലപ്പുറം മഅദിൻ ക്യാമ്പസിൽ നടന്ന പരിപാടിയിൽ SSF പ്രസിഡന്റ് NV അബ്ദുറസാഖ് സഖാഫി അധ്യക്ഷത വഹിച്ചു.
സയ്യിദ് യൂസുഫുൽ ജിലാനി വൈലത്തൂർ, സയ്യിദ് ഷിഹാബുദ്ദീൻ അൽ ബുഖാരി കടലുണ്ടി, ഇബ്രാഹിം ബാക്കവി മേൽമുറി, വി അബ്ദുൽ ജലീൽ സഖാഫി കടലുണ്ടി, എം അബ്ദുൽ മജീദ്, കെ സൈനുദ്ദീൻ സഖാഫി, എം ഹാഷിർ സഖാഫി തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്തെ 586 ക്യാമ്പസുകളിൽ വ്യാപകമായി വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ച് ഹരിത ക്യാമ്പസ് സൃഷ്ടിക്കുകയാണ് പരിസ്ഥിതി വാരാചരണ ക്യാമ്പയിനിൽ SSF മുഖ്യമായി ലക്ഷ്യമിടുന്നത്. ലഘുലേഖ വിതരണം, ക്ലാസ് റൂം ചർച്ചകൾ, വ്യക്തിഗത ബോധനം, പ്രഭാഷണം, പ്രതിജ്ഞ തുടങ്ങിയ വിവിധ പരിപാടികൾ പരിസ്ഥിതി വാരാചരണത്തിന്റെ ഭാഗമായി നടക്കും. സംസ്ഥാനത്തെ പ്രൊഫഷണൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിലും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സഹകരണത്തോടെ മരത്തൈ നടലും പരിസ്ഥിതി ബോധവൽക്കരണവും നടക്കും. ദുബായ് അന്താരാഷ്ട്ര ഹോളി ഖുർആൻ അവാർഡിന്റെ ഭാഗമായി നടക്കുന്ന റമളാൻ പ്രഭാഷണങ്ങൾക്ക് അന്തിമരൂപമായി. ജൂൺ 7 ആരംഭിച്ച് 23 സമാപിക്കുന്ന രീതിയിൽ 22 പ്രഭാഷണങ്ങളാണ് ഈ വർഷം ഒരുക്കിയിരിക്കുന്നത്. ഖുർആൻ അവാർഡ് പരിപാടികളുടെ 20ാം വർഷത്തെ പരിപാടികൾ ദുബൈയുടെ ശില്പി ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദ് അൽ മഖ്തൂമിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. റമളാന്റെ നന്മയും സുഗന്ധവും പ്രസരണം ചെയ്യുന്ന പ്രഭാഷണങ്ങൾ വൻ ജനശ്രദ്ധയാണ് പിടിച്ചുപറ്റുന്നതെന്ന് അധികൃതർ പറഞ്ഞു. ആഗോള പ്രശസ്തരായ പണ്ഡിതരെയാണ് അതിഥികളായി ഹോളി ഖുർആൻ അവാർഡ് കമ്മിറ്റി ഓരോ വർഷവും കൊണ്ടുവരുന്നത്. റമളാന്റെ പവിത്രതയും ഇസ്ലാമിന്റെ നന്മയും വിളിച്ചോതുന്നവയാകും പ്രഭാഷണങ്ങൾ. 3 വേദികളിലായാണ് ഇത്തവണ പ്രഭാഷണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ദുബായ് ചേംബർ ഓഫ് കൊമേഴ്സ് ഓഡിറ്റോറിയം, ദുബായ് വിമാൻസ് അസോസിയേഷൻ ഹാൾ, മൊഹൈസിന 4-ലെ ഇന്ത്യൻ അക്കാദമി ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലാണ് പ്രഭാഷണങ്ങൾ നടക്കുക. വുമൻസ് അസോസിയേഷനിലെ 8 പ്രഭാഷണങ്ങൾ സ്ത്രീകൾക്ക് മാത്രമുള്ളതായിരിക്കും. തറാവീഹ് നിസ്കാരാനന്തരമാണ് എല്ലാ പ്രഭാഷണങ്ങളും. ഇന്ത്യൻ സമൂഹത്തിന്, വിശേഷിച്ച് മലയാളികൾക്ക് വലിയ പ്രാധാന്യമാണ് ഇത്തവണത്തെ പരിപാടികളിൽ നൽകിയിരിക്കുന്നത്. മലയാളത്തിൽ 6ഉം തമിഴ്, ബംഗാളി ഭാഷകളിൽ ഓരോ പ്രഭാഷണങ്ങളുമാണ് നടക്കുക. കേരളത്തിൽ നിന്ന് പ്രഭാഷണങ്ങൾക്കായി പ്രമുഖ പണ്ഡിതർ എത്തുന്നുണ്ട്. ജൂൺ 17 വെള്ളിയാഴ്ച SYS സംസ്ഥാന സെക്രട്ടറിയും മർക്കസ് ഡയറക്ടറുമായ ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി സന്തുഷ്ട ജീവിതത്തിന്റെ ഖുർആനിക പരിപ്രേക്ഷ്യം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തും. ഇന്ത്യയിലെ യുവ ഇസ്ലാമിക നേതൃനിരയിലെ ശ്രദ്ധേയനായ വ്യക്തിയാണ് ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി. വിദ്യാഭ്യാസ വിചക്ഷണൻ, സംഘാടകൻ, പ്രഭാഷകൻ, എഴുത്തുകാരൻ, അധ്യാപകൻ, ജീവകാരുണ്യ പ്രവർത്തകൻ തുടങ്ങിയ മേഖലകളിൽ വ്യത്യസ്തമായ ഇടപെടലുകൾ നടത്തിയ വ്യക്തിത്വമാണ് ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി. അറബി, ഉറുദു, ഇംഗ്ലീഷ് ഭാഷകളിലും പ്രഭാഷണങ്ങൾ നടത്തുന്ന ഹക്കീം അസ്ഹരി വിദേശ രാജ്യങ്ങളിലെ നിരവധി സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ജൂൺ 24 വെള്ളിയാഴ്ച പ്രമുഖ യുവ പണ്ഡിതനും വാഗ്മിയുമായ NKM ഷാഫി സൈദി ബാംഗ്ലൂരു സമാധാനപൂർണമായ ലോകത്തിന് ഖുർആന്റെ അധ്യാപനങ്ങൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തും. കർണാടകയിലെ യുവ ഇസ്ലാമിക പ്രബോധകരിലെ മുൻനിര സാന്നിധ്യമാണ് NKM ഷാഫി സൈദി. കർണാടക വഖഫ് ബോർഡ് ഡയറക്ടർ, SSF കർണാടക സംസ്ഥാന പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. മലയാളം പ്രഭാഷണങ്ങൾക്ക് വൻ ജനാവലിയാണ് ഓരോ വർഷവും എത്താറുള്ളത്. പരിപാടികൾ വിജയിപ്പിക്കുന്നതിന് ദുബൈയിലെ അംഗീകൃത സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. മർക്കസ് സഹറത്തുൽ ഖുർആൻ സംസ്ഥാനതല പ്രവേശനോത്സവം നാളെ രാവിലെ 9 മണിക്ക് കൈതപ്പൊയിലിൽ നടക്കും. സ്വഹാബ കിഡ്സ് സോൺ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടക്കും. ചടങ്ങിൽ സയ്യിദ് അലി ബാഫഖി തങ്ങൾ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, ജോർജ് M തോമസ് MLA, അഡ്വക്കേറ്റ് PTA റഹീം MLA, കാരാട്ട് അബ്ദുറസാഖ് MLA, ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി, ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, അബ്ദു മാസ്റ്റർ, ഡോക്ടർ അബൂബക്കർ നിസാമി തുടങ്ങിയവർ സംബന്ധിക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മർക്കസ് ഡ്രീം വാലി സമർപ്പണം നാളെ താത്തൂരിൽ. 10 കുടുംബങ്ങൾ പൊതുജീവിതത്തിലേക്ക്. മന്ത്രിമാരടക്കം പ്രമുഖർ സംബന്ധിക്കും. കക്കോവ് ജുമാ മസ്ജിദ് അടച്ചുപൂട്ടിയത് പ്രതിഷേധാർഹമാണെന്ന് കേരള മുസ്ലിം ജമാഅത്ത്. പള്ളി അടപ്പിച്ചവരെ ഒറ്റപ്പെടുത്തണമെന്ന് SYS. നാളേക്കൊരു തണൽ. SSF പരിസ്ഥിതി വാരാചരണം സംസ്ഥാനതല ഉദ്ഘാടനം നടത്തി. വിശുദ്ധ റമളാനെ വരവേൽക്കാൻ വിശ്വാസി സമൂഹം ഒരുങ്ങി. ഇനി ദിവസങ്ങൾ മാത്രം. പുത്തൻവേലിക്കര ഭൂമി ഇടപാട്. കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മുൻ മന്ത്രിമാർക്കെതിരെ കേസെടുക്കണമെന്ന് കോടതി. പിണറായി വിജയനെ പ്രകീർത്തിച്ച് കേരള കോൺഗ്രസ് എമ്മിന്റെ മുഖപത്രം. ദുബായ് അന്താരാഷ്ട്ര ഹോളി ഖുർആൻ പ്രഭാഷണത്തിന് അന്തിമരൂപമായി. ഡോക്ടർ ഹക്കീം അസ്ഹരിയും ഷാഫി സൈദിയും അതിഥികളായെത്തും. വിശ്വാസിയുടെ വിളവെടുപ്പ് കാലം. സംഘടനാ കുടുംബം ഒന്നിച്ചാചരിക്കുന്ന റമളാൻ ക്യാമ്പയിനിന് തുടക്കമായി. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.